മധ്യപൂർവേഷ്യയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ, സംഭവ വികാസങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീൻ എന്ന് പറയുന്ന ആശയത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ പിന്തുണയ്ക്കുവാൻ മത്സരിക്കുകയാണ് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിന് എത്രത്തോളം ഒരു ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള യഹൂദരൊക്കെ ഈ ഒരു നടപടിക്ക് ശേഷം ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അധിനിവേശം നടത്തണം എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനാൽ തന്നെ ഈ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെ, ഈ പാലസ്തീൻ എന്ന് വിളിച്ചു പറയുന്നവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യം എന്തൊക്കെയാണ്, ആരാണ് യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു നന്മ കൊണ്ടുവരുന്നത്, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജിയനോടൊപ്പമുള്ളത് റോബിൻ ജോൺ. അതായത് ഇപ്പോൾ ഈ പാലസ്തീൻ പ്രേമം തലക്കി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ലോക രാജ്യങ്ങളുടെ ഉള്ളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന UN ജനറൽ അസംബ്ലിയിൽ വളരെ പതിറ്റാണ്ടുകൾ നീണ്ട തങ്ങളുടെ പ്രഖ്യാപിത ആ ഒരു നിലപാടിൽ നിന്നും വിഭിന്നമായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും പാലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രാൻസ്, ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ടത് ബ്രിട്ടൻ, പിന്നീട് കാനഡ, ഒപ്പം തന്നെ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും. ഇപ്പോൾ ഏകദേശം ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ 80% രാജ്യങ്ങൾ, അതായത് UN അംഗമായിട്ടുള്ള 80% രാജ്യങ്ങൾ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. ഇനി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലേക്ക്, അതായത് പെർമനൻറ്റ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ വിഭിന്നമായിട്ടുള്ളൊരു അഭിപ്രായത്തിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ പറയുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പ്രാവർത്തികമാകണമെങ്കിൽ ഈ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കൂടി അനുമതി വേണം. പക്ഷേ അവിടെ അമേരിക്ക കൃത്യമായിട്ടും വീറ്റോ ചെയ്യുമെന്നത് വളരെ വ്യക്തമാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് വളരെ വർഷങ്ങൾ നീണ്ട തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും വിഭിന്നമായിട്ട് ഇസ്രായേൽ പോലുള്ള വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പാലസ്തീനെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു രാജ്യത്തെ വെറുപ്പിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം എടുക്കുന്നു? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം അത്രയധികം ശക്തമായിട്ട് ഇവരുടെ രാഷ്ട്രീയ മേഖലകളിലേക്ക്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലേക്ക്, ബ്യൂറോക്രസിയിലേക്ക് ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പാലസ്തീൻ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ഈ യൂറോപ്പിൻ്റെ തെരുവിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഒരു സമ്മർദ്ദ തന്ത്രം. ഞാൻ ഇതിൻ്റെ മറ്റൊരു ആംഗിളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പാലസ്തീൻ എന്ന് പറയുന്നത് വലിയൊരു മറ തന്നെയാണ്. അതായത് തങ്ങളുടെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു അധിനിവേശപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു മറയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യത്തെ തടയിടാനുള്ള, അതിനെ മറച്ചു പിടിക്കാനുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ അജണ്ടയെ മറച്ചു പിടിക്കുവാനുള്ള ഒരു ഓമനപ്പേരാണ് ഈ ഫ്രീ പാലസ്തീൻ അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളുടെയൊക്കെ ഒരു ആവേശം കാണുമ്പോൾ നമുക്ക് തോന്നും അവരുടെ രാജ്യത്തെ അഫക്റ്റ് ചെയ്യുന്ന, രാജ്യത്തെ പാവങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പാലസ്തീനാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. അത്രത്തോളം ആവേശത്തോടെയാണ്, വളരെ വൈകാരികമായിട്ടാണ് പല രാജ്യങ്ങളും ഈ പാലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തെ കാണുന്നത്. എന്നാൽ മറു സൈഡിൽ യഥാർത്ഥ പാലസ്തീനികൾ, അതായത് യഥാർത്ഥ പാലസ്തീൻ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ചരിത്രം ജോൺ പറയും. ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ഈ പാലസ്തീനികൾ എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ഒരു ടെക്നിക്കൽ കറക്ഷൻ ഉണ്ടെന്നത് ജോണിന് കൃത്യമായി പറയാൻ സാധിക്കും. ഈ യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ ജനതയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്, യത്നിക്കുന്നത്? ആരാണ് ഇവരുടെ വികസനത്തിന്, ഈ പാലസ്തീൻ ജനതയുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ സോക്കോൾഡ് ഈ ലോകരാജ്യങ്ങളൊക്കെ ഈ UN ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. പക്ഷേ ഈ പാലസ്തീൻ ജനതയെ അധോഗതിയിലേക്ക് തള്ളിവിടുന്നത് ആരാണ് എന്ന കാര്യത്തിൽ പലരും അറിഞ്ഞോ അറിയാതെയോ അതിനോട് കണ്ണടയ്ക്കുന്നു. അവരെ അധോഗതിയിലേക്ക് തള്ളിവിടുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ്. അതിൽ പല പേരുകളുണ്ട്. ഇപ്പോൾ ഹമാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല തീവ്ര ഇസ്ലാമിക ശക്തികളായിക്കോട്ടെ, അവരാണ് യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ ജനത അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനതയുടെ അധോഗതിക്ക് കാരണം. അതുമാത്രമല്ല, ഈ ആ പ്രദേശത്തിൻ്റെ അധോഗതിക്ക് കാരണം അവിടെ താമസിക്കുന്ന ജനങ്ങൾ കൂടിയാണ്. അവർ ഈ ഹമാസിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ തള്ളി പറയാൻ തയ്യാറല്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ ബെഞ്ചമിൻ നെതന്യാഹു വളരെയധികം പ്രകോപിതരാണ്. ഈ ഒരു നിലപാടിനോട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇത് ഭീകരവാദത്തിന് സമ്മാനം നൽകുന്ന ഒരു കാര്യമാണ് ഈ പാലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന രാജ്യങ്ങൾ അതിലൂടെ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ
ഇതുവരെയുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് പാലസ്തീൻ പ്രേമത്തിന് പിന്നിലുള്ള ചില കാരണങ്ങൾ ഞാൻ തുടക്കത്തിലൊന്ന് ചൂണ്ടിക്കാണിച്ചു. ഇനി ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ജോണിലേക്ക് വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ എന്ന് പറയുമ്പോൾ ചരിത്രത്തെ ഇത്രത്തോളം വക്രീകരിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു സംഭവം അല്ലെങ്കിൽ മറ്റൊരു വിഷയം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പരിധിവരെ ഒക്ടോബർ 7-നൊക്കെ മുമ്പ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിച്ചിരുന്നപ്പോൾ എപ്പോഴും ഇസ്രായേൽ നമ്മുടെ മനസ്സിലൊരു വില്ലൻ പരിവേഷമായിരുന്നു. പാലസ്തീനികൾ എപ്പോഴും ഇരകളാക്കപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ നമ്മളെപ്പോലുള്ള ഷെക്കേനെ പോലുള്ള മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ എന്താണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനാൽ തന്നെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ആരുടെ പക്ഷത്താണ് ന്യായം ജോൺ? ഇന്ന് സെപ്റ്റംബർ 24, 2025 ഇന്നൊരു വീഡിയോ 1 മണിക്കൂറായിട്ടുള്ളൂ, ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. IDF ഒരു വീഡിയോ പുറത്തുവിട്ടുണ്ടായിരുന്നു. IDF വീഡിയോ പുറത്തുവിട്ടത് അവരുടെ തെർമൽ ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതായത് ഗാസയിലുള്ള ഷിഫ ഹോസ്പിറ്റലിൽ അവിടെ നിന്നും അതിനുള്ളിൽ അത് കേന്ദ്രമാക്കിയിട്ട് ഹമാസ് തീവ്രവാദികൾ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വെടിവെക്കുന്ന ഒരു ചിത്രങ്ങളാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആണ്. ഇപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ മറ്റേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് കാണിക്കുന്നത് ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ അന്താരാഷ്ട്ര നിയമം, അതായത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ലംഘനം നടത്തുന്നത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹമാസാണ്. ജോർജ് പറഞ്ഞ പോലെ ലോകത്തിൽ പല നമുക്ക് ഈ കാണുന്നൊരു ട്രെൻഡ് കണ്ടുവരുന്നത് സൗദിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലോ അല്ല ഈ പറയുന്ന ഒരു പാലസ്തീന് വേണ്ടി കൊടിയുയർത്തുന്നത്. അത് ശ്രദ്ധിക്കണം, മിക്ക യൂറോപ്യൻ ബേസ്ഡ് രാജ്യങ്ങളിലാണ്. ന്യൂസിലൻഡിലുണ്ട്, ഓഷ്യാനിക് രാജ്യമായ ന്യൂസിലൻഡിൽ ഈ സാധനമുണ്ട്. ഓസ്ട്രേലിയയിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു വിങ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളാണ്, അമേരിക്കയിലുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തിനാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിലും പോയിട്ടൊക്കെ ഈ പറയുന്ന കൊടി ഉയർത്തുന്നത്? ഇവർക്ക് ഇത്ര വലിയ സ്നേഹമാണെങ്കിൽ ഇങ്ങോട്ട് പാലസ്തീനിൽ പൊക്കോട്ടെ, ഗാസയിൽ പൊക്കോട്ടെ. ഗാസയിൽ പോയിട്ട് ഈ പറയുന്ന ഈ സ്വീഡനിൽ നിന്നുള്ള ഗ്രേറ്റ തംബർഗ് പോലെ ആൾക്കാർ വരട്ടെ, ഗാസയിൽ പോട്ടെ. അവിടെ ആരുമില്ല. പക്ഷെ ഇവർക്ക് കൊടി ഉയർത്താം. അതായത് യൂറോപ്പിന്റെ സമ്പൽ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് തടിച്ചു കൊഴുത്ത് കൊടി ഉയർത്താൻ ഇവർക്ക് പറ്റും. പക്ഷെ പാലസ്തീനിൽ പോയിട്ട് ആ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരപ്പം അവർക്ക് പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. ഈ കൊടി ഉയർത്താൻ അവർക്ക് പറ്റുള്ളൂ. അതിനുള്ള സ്നേഹം ഇവിടെയുള്ള ഈ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന പാലസ്തീൻ പ്രേമികൾക്ക് പാലസ്തീനിൽ ഒരു വിസ അടിച്ചു കൊടുത്താൽ, പാലസ്തീനിൽ വിസ ഒന്നും ഇല്ലല്ലോ നമുക്കറിയാം, നേരെ എങ്ങനെങ്കിലും അവിടേക്ക് ഈ പാലസ്തീനിൽ എത്തിപ്പെട്ടാൽ തന്നെ എത്തിപ്പെടാൻ അവർ ആഗ്രഹിക്കില്ല. ഇവർക്ക് ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത്, പാലസ്തീനെ ഒരു ഓമനപ്പേരിട്ടൊരു മറയാക്കി പിന്നിൽ തീവ്രവാദം നടത്തുന്ന ഭയങ്കര അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്നത് ഇസ്ലാമിക് കാലിഫേറ്റ് ആണ്. പ്രത്യേകിച്ച് പാലസ്തീനിൻ്റെ ജനങ്ങളുടെ കണ്ണീരൊപ്പം വേണ്ടിയിട്ടൊന്നല്ല, ഇവർ പ്രത്യേകിച്ച് നടത്തുന്നു വേണ്ടിയിട്ട് ഇസ്ലാമിക് കാലിഫേറ്റ്, ഈ തുർക്കി അധിഷ്ഠിത അല്ലെങ്കിൽ ഈജിപ്ത് അങ്ങനെയുള്ള പല രാജ്യങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് നടത്തുക എന്നാണ് പ്രധാന ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് അവർ കൊടി ഉയർത്തുന്നത്. ഇതിൽ ഈ അറിയാണ്ട് പാവപ്പെട്ട ഞാൻ കണ്ടുകൊണ്ട് കുറേ വെള്ളക്കാരടക്കം ഈ പറയുന്ന കൊടി ഉയർത്തി നടക്കുന്നുണ്ട്. ഇവർ എന്തറിഞ്ഞിട്ടാണ് അറിയുന്നില്ല. ഇവരൊക്കെ യഥാർത്ഥ പാലസ്തീനികൾ എന്ന് പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ മാത്രമാണ് പാലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടെങ്കിൽ മാത്രമാണ് പാലസ്തീനികൾ എന്ന് പറയാൻ പറ്റില്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ട്, അത് ഇസ്രായേലികൾ എന്ന് പറയാം. ഇന്ത്യ എന്ന രാഷ്ട്രമുണ്ട്, ഇന്ത്യൻസ് എന്ന് പറയാം. പക്ഷെ പാലസ്തീൻ്റെ രാഷ്ട്രമില്ല. അപ്പോൾ അവർ എന്ത് പേരിട്ട് വിളിക്കും? അവർക്ക് പ്രത്യേകിച്ച് പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല, പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ടൈറ്റിൽസ് ഒന്നും ഇല്ല. അപ്പോൾ അവരറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്ലെസ് കൺട്രിയാണ്. ഈ പറയുന്ന ഈ ജോർദാനിൽ, അത് ഇത് ഒരു ചരിത്രം നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് ഒരു ബ്രീഫായിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഓട്ടോമൻസിന് അധിനിവേശം മൂലം പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും, സിറിയ ഉൾപ്പെടെ തുർക്കി ഉൾപ്പെടെ ഇസ്രായേൽ എന്ന് പറയാൻ പറ്റില്ല, ഇസ്രായേലൊക്കെ പണ്ടേ പോയതാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ മൊത്തം ഓട്ടോമൻസ് ഇൻവേഷൻ വന്നിരുന്നു. അപ്പോൾ ഈ ഓട്ടോമൻസ് ഇൻവേഷൻ 1516 തൊട്ട് ഏകദേശം 1917 വരെ ഈ പറയുന്ന ഈ ഓട്ടോമൻസ് ഇൻവേഷൻ 4 പതിറ്റാണ്ടോളം ഉണ്ടെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ കാലത്ത്. അതായത് ഈ ഓട്ടോമൻസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, നമുക്കറിയാം. ഈ മുസ്ലിങ്ങളുടെ കാലത്ത് ഈ പാലസ്തീൻ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ പൗരന്മാരായിട്ടല്ല കണക്കാക്കിയിരുന്നത്, സബ്ജക്ട്സ് ആയിട്ടായിരുന്നു. വെറും സബ്ജക്ട്സ്, വെറും പ്രജകൾ എന്നൊരു, അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി താഴ്ത്താൻ വേണമെങ്കിൽ സ്ലേവ് എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു തുല്യത പദവി വേണമെങ്കിൽ കൊടുക്കാം. പ്രജകൾ എന്ന് പറയുമ്പോൾ സിവിലിയൻസ് അല്ല, കൃത്യമായിട്ട് ചരിത്രം എടുത്ത് പറയുന്നുണ്ട്, സിവിലിയൻസ് അല്ല, പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നില്ല, പ്രജകളായിട്ട് കണക്കാക്കിയിരുന്നു. വെറും പ്രജകൾ എന്ന് പറഞ്ഞാൽ പൗരന്മാരല്ല, അവിടെ വെറും സ്ലേവ് എന്നൊരു അതും മുസ്ലിം അധിനിവേശ കാലഘട്ടത്തായിരുന്നു. ഈ അധിനിവേശത്തൊക്കെ ഈ ബ്രിട്ടൻ 1917 കാലഘട്ടങ്ങളിലൊക്കെ വന്ന് ഈ പറയുന്ന ബ്രിട്ടീഷ് ആർമി വന്നിട്ട് അതിനൊക്കെ തകർക്കുന്നു, ജെറുസലേം പിടിച്ചടക്കുന്നു. പിന്നീടാണ് ബ്രിട്ടീഷ് അതിൽ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെ ഒരു പ്രഖ്യാപനം ബ്രിട്ടീഷ് ഭാഗത്തു നിന്ന് വരുന്നത്. ബ്രിട്ടീഷ് തന്നെ ആർമി മുൻകൈ എടുത്തിട്ട്, നമുക്കറിയാം ലോകാസ്തമത്തിയ സാമ്രാജ്യമായിരുന്നു. അപ്പോൾ അവരുടെ കീഴിലുള്ളൊരു തീരുമാനം വന്നിരുന്നത്, നമുക്ക് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതായത് അവിടെ
പാലസ്തീനികൾ അറിയപ്പെടുന്ന ഒരു വിഭാഗം, പാലസ്തീനികൾ എന്നാണ് അവർ വിളിച്ചിരുന്നതും. അപ്പോൾ ആ അറബ് പ്രദേശം, ആ ഭാഗം അറബികൾക്കായിട്ടും അതേസമയം കൂടുതൽ ജുവിഷ് ഇമിഗ്രേഷൻ വന്ന് അവിടെ ഇസ്രായേൽ, നമുക്ക് ചരിത്രം നോക്കുമ്പോൾ അറിയാം, ആ സ്ഥലം പണ്ട് മുതൽ ഇസ്രായേൽ തന്നെയായിരുന്നു. 2000, 2500, 3000 വർഷം ചരിത്രത്തിൽ നോക്കുമ്പോൾ, ഇപ്പം നോക്കുമ്പോൾ 3000 അല്ല, ഇപ്പം നോക്കുമ്പോൾ 4000 വർഷം ചരിത്രം തന്നെ നോക്കേണ്ടി വരും. നോക്കുമ്പോൾ അത് ഇസ്രായേൽ തന്നെയായിരുന്നു. പിന്നെ അവർക്ക് ആ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ പ്രവൃത്തി കാരണം ആ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു. അവർ തിരിച്ച് ആ ലാൻഡിലേക്ക് വരുന്നത് ന്യായമാണോ എന്ന് വെച്ചാൽ ന്യായമാണ്. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ന്യായം തന്നെയാണ്, കാരണം ആ ജനത ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വന്ന് അവരുടെ ഈ പറയുന്ന അതിർത്തികളിൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് വന്ന് തമ്പടിച്ചിട്ട് അപ്പോൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊടുക്കുന്നു. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് അവിടെ. അപ്പോഴും പാലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീനികൾ എന്ന് പറയുന്ന അറബികൾ ഈ കാര്യം അംഗീകരിക്കുന്നില്ല. അത് ആരംഗീകരിക്കാത്തത്? ഈ പ്രശ്നം പാലസ്തീനികൾ അല്ലെങ്കിൽ പാലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകാൻ വേണ്ടി താല്പര്യം മുൻകൈ എടുക്കാത്തത് ഈ പാലസ്തീനികൾ എന്ന് പറയുന്ന അറബികൾ തന്നെയായിരുന്നു അന്നും ഇന്നും. അപ്പൊ ഇതൊന്നും അറിയാണ്ടാണ് കൊടി പിടിക്കുന്ന ആൾക്കാർ പാലസ്തീനിലെ രാഷ്ട്രം വേണമെന്ന് പറയുന്നത്. അത് അംഗീകരിച്ചില്ലെങ്കിൽ അന്ന് അംഗീകരിച്ചില്ല അവർക്ക് ഈ രാഷ്ട്രം ഉണ്ടായേനെ. അപ്പോൾ പക്ഷേ സമയം പിന്നെ 1948-49 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ജനത അല്ല ബ്രിട്ടീഷ് കോളനികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജനറൽ അവിടെ നിന്ന് ആർമി അവിടെ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെ വരുവാണ് ചെയ്യുന്നത്. അതേസമയം ഇസ്രായേലിലെ രാഷ്ട്രം വന്നതിന് ശേഷം ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള സ്ഥലം ഈ ജോർദൻ എന്ന് പറഞ്ഞ രാജ്യം പിടിച്ചെടുക്കുകയാണ്. അതേസമയം ഗാസ ഈജിപ്ത് പിടിച്ചെടുത്തു. ഈ പറയുന്ന ഗാസ ഈജിപ്തൊക്കെ ഇവർ പിടിച്ചെടുത്തു. അങ്ങനെ അതും എന്ത് സംഭവിച്ചു? വീണ്ടും പാലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള കാര്യം എന്താ പറയുക അവകാശം കുറച്ചു. പിന്നീട് 1967 നമുക്കറിയാം ഈ പറയുന്ന 6 ദിവസത്തെ അറബ് യുദ്ധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ അറബ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം, ഈ ഇസ്രായേൽ ആ 48 ഒരു ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായതിനു ശേഷം എങ്ങനെയാണ് 67 ഇത്ര വലിയ അറബ് യുദ്ധം ഉണ്ടായി? ഇതിനെ ചെറുത്തുന്നുള്ള കാര്യമാണ് വലിയ കാര്യം. ചെറുത്തൽക്ക് മാത്രമല്ല, ഈ പറയുന്ന ജോർദാന്റെ കയ്യിലുള്ള ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിനെ പിടിച്ചെടുത്തു, ഈജിപ്തിന്റെ കയ്യിലുള്ള ഗാസനെ പിടിച്ചെടുത്തു. അപ്പോൾ മാത്രമല്ല ഈ ഇസ്രായേൽ അവരുടെ അതിരുകൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി. ബൈബിളെ ബന്ധപ്പെട്ട പോലെ നിങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കുന്ന പറഞ്ഞ പോലെ ഇവർ അതിരുകൾ വിസ്തൃതമാക്കി. അപ്പോൾ പാലസ്തീനൊന്നും പിടിച്ചൊന്നുമില്ല, ഒന്നും ഇല്ലാതായി. അങ്ങനെയാണ് ഈ 1928 ഈജിപ്തിൽ വെച്ച് ഉണ്ടായ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറഞ്ഞ സംഘടന ഈ ഹമാസിന്റെ പേരിൽ 1988 കാലഘട്ടങ്ങളിൽ ഈ ഹമാസ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാവുകയാണ്. അപ്പോൾ അവരുടെ PLO എന്നാണ് അവരുടെ ഈ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാലസ്തീൻ ലിബറേറ്റീവ് ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെ എന്തോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാലസ്തീനികളെ ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പാലസ്തീനികൾക്ക് പ്രത്യേകിച്ച് അഡ്രസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ഇല്ല, അവർക്ക് വിസ പാസ്പോർട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവർ കുറച്ച് പേര് ഇങ്ങനെ ജോർദാനിൽ, സിറിയ, തുർക്കി, അങ്ങനെ ഇറാൻ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ചിന്തിച്ചെതിരി പോയി കുറച്ച് ആൾക്കാർ. ജോർദാനിൽ പോയ ആൾക്കാർക്ക് ജോർദാൻകാർ അവരെ പൗരത്വം നൽകി സ്വീകരിച്ചു. ബാക്കി ഒറ്റ ആൾക്കും മറ്റ് സ്ഥലങ്ങളിൽ, ഇവരൊക്കെ ഇസ്ലാമിക് കൺട്രിയാണെന്ന് ഓർക്കണം, അവിടെ പോയ ആൾക്കാർക്ക് പൗരത്വം കൊടുത്തില്ല. എന്തുകൊണ്ട് ഇത്ര പാലസ്തീൻ ഇത്ര വലിയ പ്രണയമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് പൗരത്വം കൊടുത്തില്ല? അവിടെ ചോദ്യം തന്നെയാണ്, ചരിത്രത്തിൽ നോക്കുമ്പോൾ കാര്യമാണ്. ഈ പിന്നെ നമുക്ക് വീണ്ടും നോക്കുമ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഓവർഷൂട്ടായിട്ട് ഹമാസ് എന്ന് പറഞ്ഞ സംഘടന വരുന്നു. ഹമാസിന്റെ ഈ പറയുന്ന പ്രധാന പ്രമേയം എന്താണ്? ഇവർ ഈ ഹമാസ് വന്നതിന് ശേഷം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഉദ്ദേശം പാലസ്തീനിൽ ഒരു നേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ രാഷ്ട്രം പടുത്തുകൊടുത്തേർന്നല്ല, അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ്. അതാണ് അവിടെ പ്രധാന ഡിഫറൻസ്. അതായത് അവിടെയുള്ള ക്രൈസ്തവരായിക്കോട്ടെ, ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവരുടെ ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് അതൊരു എന്താ പറയുക ഇസ്ലാമിക് രാഷ്ട്രമാക്കണം എന്നാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ നാശം, ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ എന്നാണ് ഈ ഹമാസ് സംഘടന ഒരു ചാർട്ടറിൽ പറയുന്നത്. ഇവരുടെ ഇസ്ലാമിക് ബ്രദർഹുഡ് ചാർട്ടർ പറയുന്നത് ഇസ്രായേൽ നശിപ്പിക്കുക, ഇസ്ലാമിക് രാഷ്ട്രം ഉണ്ടാക്കുക. അപ്പോൾ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ള വെച്ചാൽ ഹമാസിന്റെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഉദ്ദേശം എന്താണ്? അവിടെ ഇസ്രായേൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അവരുടെ ഉദ്ദേശം. ഇസ്രായേൽ ഉണ്ടാവരുത്, ഇസ്രായേൽ നശിപ്പിക്കുക എന്ന വെച്ച ഉദ്ദേശം എന്താണ്? ആ പറയുന്ന മിഡിൽ ഈസ്റ്റ് എന്ന് പറയുക, ഏഷ്യ മൈനർ എന്നുള്ള മൊത്തം ഒരു ഭാഗം മൊത്തം പണ്ടത്തെ കാലിഫേറ്റ് അവിടെ കൊണ്ടുവരിക. അതാണ് ഇവരുടെ പിന്നിലുള്ള പ്രധാന ആശയം. ഇസ്രായേൽ നാശം എന്ന് വെച്ചാണ് നമുക്കറിയാം അടുത്ത കാലിഫേറ്റ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടന വേദിയിലൊക്കെ ഇസ്രായേലും അമേരിക്കയാണ് ഈ പറയുന്ന ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഇല്ലാതിരിക്കാൻ വേണ്ടി യത്നിക്കുന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ സന്നിവദിച്ചാൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ വേറെ കാര്യം. വേറെ എന്ത് രാജ്യങ്ങളും, എത്ര യൂറോപ്യൻ രാജ്യങ്ങളും കൊടി പിടിച്ചു എന്ന് പറഞ്ഞാലും ബാക്കി അമേരിക്ക എവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അവിടെ ഉണ്ടോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചെറിയൊരു രാജ്യം, ഇസ്രായേൽ എന്ന രാജ്യം എത്ര പവർഫുൾ ആയത് എങ്ങനെയാണെന്ന് നമുക്ക് ചരിത്രം, ഇത്ര ടെക്നോളജി ഒക്കെയാണ്. അപ്പോൾ ഇനി ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടായാൽ തന്നെ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും കൂടി ചിന്തിക്കണമെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇസ്രായേലിന്റെ ഇൻഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി കുറേയൊക്കെ ഇസ്രായേലിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഒരു പക്ഷേ ഈ പാലസ്തീൻ രാഷ്ട്രം നിന്ന് പോകുന്നത് തന്നെ. അത് ഈ പറയുന്ന ഈ നമ്മുടെ കേരളത്തിൽ നിലവിളിക്കുന്ന അല്ലെങ്കിൽ തെറി പറയുന്ന ഈ ഹമാസോലികൾക്കൊന്നും മനസ്സിലാവില്ല. ഇസ്രായേലിന്റെ ഹെൽപ്പ് കൊണ്ടാണ് ഇപ്പോൾ പാലസ്തീൻ രാഷ്ട്രം
കുറച്ചെങ്കിലും പോകുന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ UN ഐക്യരാഷ്ട്ര അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എത്രയോ ബില്യൺ ഡോളറാണ് അവിടേക്ക് വരുന്നത്. ഖത്തറിന്റെ $1 ബില്യൺ വെച്ച് 2014 തൊട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ നമുക്ക് വായിച്ചു നോക്കി അറിയാം. അപ്പോൾ അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയാണ് 6 ബില്യൺ എത്രയോ ഒരു സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പറയുന്ന പാലസ്തീനിലെ ജനങ്ങൾക്കൊരു അപ്ലിഫ്റ്റ്മെന്റ് വളരെ കുറവാണ്. പാലസ്തീനിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറയുന്ന ഏരിയപ്പെടാം, പാലസ്തീനികൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പാലസ്തീൻ പൗരന്മാർ എന്ന് പറയുന്നത് തെറ്റാണ് അവിടെ. അങ്ങനത്തെ ഒരു പൗരത്വം ഇല്ല. അപ്പോൾ അവരൊരു സ്റ്റേറ്റ്ലെസ് കൺട്രി ആയ കാരണം പാലസ്തീനിലുള്ള ജനങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമാണ്. പക്ഷെ അതിന് ആര് സമ്മതിക്കണം? ഹമാസ് സമ്മതിക്കണം, ഹമാസ് എന്ന സംഘടന. പക്ഷെ ആ സംഘടന ഒരിക്കലും സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? ഇസ്രായേലിന്റെ നാശമാണ്. ഇസ്രായേൽ നശിച്ചാൽ മാത്രമാണ് ഇവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പാലസ്തീനിലുള്ള രാഷ്ട്രം അത് ഇസ്രായേലിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം, അതുപോലെയുള്ള മറ്റു പല രാഷ്ട്രങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്നലെയാണ് സിംഗപ്പൂരിലെ വിദേശകാര്യമന്ത്രി വിവിയാൻ ബാലകൃഷ്ണൻ, അതായത് ഈ പറയുന്ന പാലസ്തീനെ ഒരിക്കലും രാഷ്ട്രമായിട്ട് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിന് കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു നിബന്ധനയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ അത് നിർത്തലാക്കാൻ പറഞ്ഞിട്ട് നിർത്തലാക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ 2-3 നിബന്ധന എടുത്തു പറഞ്ഞിട്ടാണ് ഒരിക്കലും പാലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇൻ ഫ്യൂച്ചർ പാലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളത്. ഇനി ഉണ്ടായാൽ തന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളും അവിടെ കൊണ്ടുപോയി എംബസി സ്ഥാപിക്കുന്നു. അതുപോലെ പാലസ്തീൻ എംബസി എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നടപ്പിലാവുന്നു. ഇവർക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നിലവിളിക്കുന്ന കൊടിപിടിക്കുന്ന ആൾക്കാർക്ക് ഒരു സമ്മർദ്ദം മൂലമായിരിക്കും. പക്ഷേ അവിടെ ഒരിക്കലും എംബസിക്ക് വരണമെങ്കിൽ ആര് വിചാരിക്കണം? അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലൊക്കെ വിചാരിക്കണം. അപ്പോൾ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും തോന്നുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു തമാശയുണ്ട് ജോൺ, അതായത് റോബിൻ, അതായത് ഇപ്പം ഇന്ന് വന്നൊരു വാർത്തയാണ്. ഈ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് പിന്നാലെ ബ്രിട്ടനിൽ നിന്ന് വൻ തുക നഷ്ടപരിഹാരം പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു. അതായത് 1917-നും 1948-നും ഇടയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചതിന് നഷ്ടപരിഹാരമായി £2 ട്രില്യൺ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ റോബിനിലേക്ക് പറഞ്ഞ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ആവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ദീർഘകാല അടിസ്ഥാനം ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ശരീഅത്ത് ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക, അവരുടെ കാലിഫേറ്റ് സ്ഥാപിക്കുക. ജോൺ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ജോഗ്രഫിക്കലി, അപ്പം സാമൂഹികമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ ചിലപ്പോൾ പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള കാലിഫേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഏകീകരണത്തിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു കാര്യം. അത് എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഈ പാലസ്തീൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഈ വിശന്നിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ നല്ലൊരു ചിക്കൻ ബിരിയാണി കാണുന്ന പോലെ ഇങ്ങനെ ചാടി വീഴും. അതാണ് അതിന്റെ ലക്ഷ്യം. ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ഓർക്കുക, തീർച്ചയായിട്ടും മധ്യപൂർവേഷ്യയിൽ സമാധാനം പുലരണം. പാലസ്തീൻ അല്ലെങ്കിൽ ആ പ്രദേശത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ അവർക്ക് സമാധാനം വേണം, അവർ വികസനത്തിലേക്ക് വരണം, അവർക്ക് നന്മ തീർച്ചയായിട്ടും ലഭിക്കണം. പക്ഷേ അവരെ മുൻനിർത്തി അല്ലെങ്കിൽ അവരെ എന്തൊരു തുറപ്പ് ചീട്ടായിട്ട് വെച്ചുകൊണ്ട് അവരെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തങ്ങളുടെ അധിനിവേശ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളാണ് പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ അമേരിക്ക ഈ ഒരു ആശയത്തെ എതിർക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഇവർ ഈ പാലസ്തീൻ ആശയത്തെ പിന്തുണയ്ക്കാൻ ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡിന്റെ ഒരു ടൈമിംഗ് ആണ് ഈ ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ന് മുമ്പ്. ഒരുപക്ഷെ കുറെ കാലം ആ പ്രദേശത്ത് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഇവർ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇത്രത്തോളം ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാട് ഇതിനെതിരെ സ്വീകരിക്കുകയില്ലായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ എടുത്തു എന്നത് അവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ തൊട്ടു ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിന്റെ ഒരു ഭയമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഭീഷണിയാണ് അത് സൃഷ്ടിക്കുന്നത്. കാരണം ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു രാജ്യം, പിന്നീട് അവർക്ക് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഉണ്ടാവും. ഒരുപക്ഷെ ഇറാനെ പോലെ ഒരു ന്യൂക്ലിയർ പവറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള ആയുധം, ഇപ്പൊ ഈ പറയുന്ന ഹമാസും കൂട്ടരുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. ഒരു മിലിറ്ററി സ്വഭാവം ഒരു പൂർണ്ണ തോതിൽ അവർക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ പാലസ്തീൻ അതോറിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം, അത് ഇസ്രായേലിന്റെ ഒരു നാശം കാണാൻ ആഗ്രഹിക്കുന്ന തീവ്ര മത ചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചിന്താഗതിയാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു രാജ്യമായിട്ട് ഇസ്രായേലിന് തൊട്ട് ചേർന്ന് വന്നു കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർ
ഭയപ്പെടുക അത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇസ്രായേൽ ആ ഒരു ആശയത്തെ എതിർക്കുന്നത്. മറു സൈഡിൽ ഇസ്രായേൽ ഒരു ഘട്ടത്തിലും സമാധാന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലഘട്ടത്തിലോ ഇവർ കയറി ചൊറിയാത്ത കാലഘട്ടത്തിലൊക്കെ ഒരു തരത്തിലും ഇസ്രായേൽ ഈ പറയുന്ന വ്യക്തികൾക്ക് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തിയിട്ടില്ല. ഇവർ കയറി എന്നൊക്കെ ചൊറിഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ കയറി മാന്തിയിട്ടുണ്ട്, കടിച്ച് കീറിയിട്ടുണ്ട്. അത് ഇവർ തന്നെ വിളിച്ചു വരുത്തുന്ന ഒരു വിന തന്നെയാണ്. ഞാൻ റോബിനിലേക്ക് വരികയാണ്. റോബിൻ, നമ്മൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് ഈ കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം, അത് ജോൺ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ എത്രത്തോളം തീവ്രമായിട്ട് ഇവർ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ആ വികാരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അവിടെ കളിക്കുന്ന പ്ലേയേഴ്സ് പല രാഷ്ട്രങ്ങളുണ്ട്, അവർ ആരൊക്കെയാണ്? ഏറ്റവും ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ പലസ്തീൻ എന്ന രാഷ്ട്രം ഒരിക്കലും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സാധ്യമാകുകയില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ഇനി അത് സാധ്യമാകണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഇത് സാധ്യമാകുകയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഇമ്മാനുവൽ മക്രോണ് ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എംബസി തുറക്കുന്ന കാര്യം എപ്പോഴാണ്? പലസ്തീനിലെ എംബസി തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു സമാധാനത്തിലേക്ക് എത്തിയതിന് ശേഷം ആണ് അവിടെ എംബസി തുറക്കുന്നത്. സമാധാനത്തിലേക്ക് എന്നെത്തുമെന്നാണ് വിചാരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അതെല്ലാം ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അമേരിക്ക ഇല്ലാതെ എന്ത് യൂറോപ്പാണ്? അമേരിക്ക ഇല്ലാതെ എന്ത് യൂറോപ്പാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നാറ്റോയുടെ പകുതി ചെലവ് വഹിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക ഒരു നികുതി കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നാറ്റോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം ഞെട്ടിവറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അമേരിക്ക, ഇപ്പം ഓർക്കുക, നാറ്റോ രാജ്യങ്ങളുടെ എല്ലാം ആയുധത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക ആയുധം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ ഈ പറയുന്ന വലിയ ആയുധങ്ങൾ ഒന്നും ഇല്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ വലിയ ബേസുകളെല്ലാം യൂറോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ആ സോഴ്സിൽ നിന്നുകൊണ്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് യൂറോപ്പിന് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി പോലും അമേരിക്കയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു അർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു പലസ്തീനെ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു പലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം അവർ പലസ്തീനെ അംഗീകരിച്ചു, അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് അതിനെ സമ്മതിക്കില്ല. കാരണം ഇവരെല്ലാം പലസ്തീനെ അംഗീകരിക്കുമ്പോൾ നെതന്യാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾ ഭീകരവാദത്തിന് വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ഇസ്രായേൽ എന്തുകൊണ്ട് ഒരു പലസ്തീനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് എന്ന് പറയുന്നത് ഒരു കാലത്തും ഇസ്രായേലിന് സമാധാനം കൊടുക്കാത്ത, ഇസ്രായേൽ ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വർഗ്ഗമാണ്. അവർ നിരന്തരമായി, ഇപ്പം ഓർക്കുക, ഒരു വെടിനിർത്തൽ സംജാതമായി, ഇപ്പോൾ ബന്ദികളെ വിട്ടുകൊടുത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാം സമാധാനമായിട്ടിരിക്കും. ഈ ഹമാസ് തീവ്രവാദികൾ ഗാസയിലെ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവർ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനിയും അവർ തുടരും. അവരുടെ ഉള്ളിൽ ജീവനുള്ളിടത്തോളം കാലം, ആ ജനത എത്ര കാലം ഗാസയിൽ ഉണ്ടോ അത്രയും കാലം അവർ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഗാസയിൽ സമാധാനം ഇസ്രായേൽ, വെടിനിർത്തൽ ഇസ്രായേൽ കൊണ്ടുവരിക, സമാധാനം ഇസ്രായേൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അർത്ഥം ഇനിയും ആയുധം കൂട്ടിവെച്ച് ഇസ്രായേലിനെ സഹായിക്കാൻ പാകത്തിൽ ഹമാസിനൊരു ഇടവേള കൊടുക്കുകയും ഒരു റെസ്റ്റ് കൊടുക്കുകയും ഇസ്രായേൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ. കാരണം ഈ ജനത എത്ര കാലത്തോളം അവിടെ ഉണ്ടോ അത്രയും കാലം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ സിറിയയിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്, ഇറാഖിൽ ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളയാണെങ്കിലും ഇപ്പോൾ ഈ ഹൂത്തികളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഗാസയിലെ ഹമാസ് തീവ്രവാദികളാണെങ്കിലും പലസ്തീനിലെ അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകൾക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെറും ഇസ്രായേലിനെതിരെ ആക്രമിക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇവിടെയുള്ള ആക്രമണം നടത്തുക, അങ്ങനെ മാത്രമുള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല ഇതുങ്ങളുടെ കൈ കൂടെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതുങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഈ കള്ളക്കടത്ത്, കരിഞ്ചന്ത എന്ന് പറയുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം നെറ്റ്വർക്ക് കൂടിയാണിത്. ഇത് വെറും തീവ്രവാദ പ്രസ്ഥാനങ്ങളല്ല ഈ മേഖലയിലുള്ളത്. ഈ മേഖലയിൽ കൂടി സകലമാന കരിഞ്ചന്ത, കള്ളക്കടത്ത് മൊത്തം നടത്തുന്നത് ഈ വിഭാഗങ്ങളുടെ കയ്യിൽ കൂടി. ആയുധക്കടത്ത്, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള സാധനങ്ങളുടെ കടത്ത്, ഇങ്ങനെയുള്ള സകലമാന യൂറോപ്പിൽ നിന്ന് അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന വാഹനങ്ങളാകട്ടെ, എന്ത് സാധനങ്ങളാകട്ടെ, അതിൻ്റെ എല്ലാം കടത്ത് സാധനങ്ങൾ, പരിപാടികളെല്ലാം
എല്ലാം നടത്തുന്നത് ഇതുങ്ങളുടെ കൈകൾ കൂടി, ഈ നെറ്റ്വർക്കിൽ കൂടിയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ശരിക്കും ഇസ്രായേലിനെ മാത്രം ആക്രമിക്കുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ എന്ന് മാത്രം പറയുന്നു. പക്ഷേ അത് മാത്രമല്ല നടക്കുന്നത്. ഇവിടെ സകലമാന കള്ളക്കടത്തും കരിഞ്ചന്തയും എല്ലാം ഇതുങ്ങളുടെ കൈ കൂടെയാണ് പോകുന്നത് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ വലിയ ഭീഷണിയാണ്. ഇസ്രായേൽ പറയുന്നതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വശം കൂടിയുണ്ട് ഇതിന്. ഇതുങ്ങൾ എന്ന് പറയുന്നത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരെ വലിയ ഭീഷണിയാണ് ആ മേഖലയ്ക്ക് നൽകുന്നതെന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇവരെ ആക്രമിക്കാതിരിക്കുക, ഇവർക്ക് സമാധാനമായിട്ട് അവിടെ മേഖലയിൽ ഓക്കെ സമാധാനം, ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് ഇരിക്കുന്നതിൻ്റെ അർത്ഥം നേരത്തെ ഈ ഗാസയിലെ ഹമാസ് തീവ്രവാദികളുടെ കാര്യത്തിൽ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ കാര്യത്തിലാണെങ്കിലും, സിറിയയിലെ തീവ്രവാദ ഗ്രൂപ്പുകളാണെങ്കിൽ, ഇറാഖിലെ തീവ്രവാദ ഗ്രൂപ്പുകളും, അതുപോലെ തന്നെ പലസ്തീനിലെ വിഘടനവാദം, ഇവരെല്ലാം പിന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഇവർക്ക് ശക്തി പകരുന്നു, അതിനുവേണ്ടി ഇവർക്ക് ഒരു സമയം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഇസ്രായേൽ ഈ മേഖലയിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ആക്രമിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ കിടക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ ഈ മേഖലയിൽ. എന്ന് വെച്ചാൽ ഇറാൻ, ഈ ഉർദുഗൻ്റെ തുർക്കി, അതുപോലെ തന്നെ ഈജിപ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിളുണ്ട്. ഈ ട്രയാങ്കിളിന് ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പണ്ട് ഖാലിഫേറ്റിൻ്റെ ഭാഗമായിരുന്നു ഇറാഖിൻ്റെ ഭാഗം, സിറിയയുടെ ഭാഗം, ലെബനോന്, ഇസ്രായേലിൻ്റെ ഭാഗങ്ങൾ, ഈ പറയുന്ന സൗദി അടക്കമുള്ള ആ മേഖലകളെല്ലാം. അപ്പോൾ ഇപ്പോൾ ഇന്ന് നോക്കുക, ഇന്ന് ഇറാഖിൽ തുർക്കിയുടെ സൈന്യമുണ്ട്, സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇറാഖിൽ. എന്ന് വെച്ചാൽ അവർ ഈ അവിടെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾക്കെതിരെ, തുർക്കിക്കെതിരെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ, കുർദുകൾക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി, അവരെ ഒതുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ സിറിയയിൽ സൈനിക കേന്ദ്രങ്ങളുണ്ട്, ഈ ഉർദുഗാൻ്റെ തുർക്കിക്ക് സൈനിക കേന്ദ്രങ്ങളുണ്ട്. അതും ഇതേ പർപ്പസിന് വേണ്ടിയാണെന്ന് പറഞ്ഞാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുക, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെബനോന് അസ്ഥിരമാണ്, സിറിയ ഇന്ന് അസ്ഥിരമാണ്. സിറിയയിൽ ഇപ്പോൾ അൽഷറ ഭരിക്കുന്നുണ്ടെങ്കിലും അത് തുർക്കിയുടെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ തുർക്കിക്ക് വലിയ നിയന്ത്രണം ഉണ്ട് ഈ ഇറാഖിൻ്റെ ഭാഗങ്ങളിൽ. അപ്പോൾ അത്രയും മേഖല ആ ഖാലിഫേറ്റിൻ്റെ മേഖലകളാണ്. അതിപ്പം ഏകദേശം തുർക്കിയുടെ കൺട്രോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ജോർദാൻ്റെ കാര്യമാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കുരുക്കി കഴിഞ്ഞാൽ വീഴാനുള്ള ആ രാജഭരണമൊക്കെ വീഴുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ മാത്രം ആവശ്യമല്ല, അതിൻ്റെ പുറകിൽ കൂടി തുർക്കിയും ഈജിപ്തും എല്ലാം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സൗദിയുടെ ഭരണകൂടമാണെങ്കിൽ ഈ മേഖലയിലുള്ള ഭരണകൂടം എല്ലാം ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ വീഴാനുള്ള മറ്റൊരു മുല്ലപ്പൂ വിപ്ലവത്തിൽ വീഴാനുള്ളത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ അവരുടെ യഥാർത്ഥ ലക്ഷ്യം, പിന്നെയുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ടാണ് അവർക്ക് വളരെ കൃത്യമായ തീവ്രവാദി ഗ്രൂപ്പുകളാണെങ്കിലും ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം, വളരെ കൃത്യമായ ഒരൊറ്റ ലക്ഷ്യമാണുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ഇസ്രായേലും കൂടെയാണ്, ഇസ്രായേലിനെയാണ് ഇന്ന് ഇവർക്ക് വീഴ്ത്താൻ പറ്റാത്തത്. ഇസ്രായേലും കൂടെ വീണ് കഴിഞ്ഞാൽ ഇവിടെ ഖാലിഫേറ്റ് എന്ന് വന്നു എന്ന് ചോദിച്ചാൽ മതി. അടുത്ത ഖാലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതെന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായ കാരണം ഈ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം, ഖാലിഫേറ്റിൻ്റെ ഭാഗമായിരുന്ന മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ന് പവറില്ലാതെ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണ്. അമേരിക്ക ഇവിടുന്ന് എന്ന് ഇറങ്ങിപ്പോകുന്നോ, ഇസ്രായേൽ എന്ന് ഇവിടുന്ന് ഇല്ലാതാകുന്നുവോ, അതോടുകൂടി അവരുടെ ഖാലിഫേറ്റായി. അത്രയും ദൂരമേ അതുമായിട്ടുള്ളൂ. അപ്പം ഇവർ ഈ തീവ്രവാദ ചെറിയതും വലിയതും അടക്കമുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഈ മേഖലയിലുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഈ ഖാലിഫേറ്റാണ്. ഈ സിറിയയുടെ അസ്ഥിരതയും ഇറാഖിൻ്റെ അസ്ഥിരതയും അതെല്ലാം അതിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ നിലനിൽക്കുക എന്നുള്ളതും ലോകത്തിൻ്റെ ഒരു നന്മയുടെ ഭാഗമാണ് ഇസ്രായേൽ അവിടെ നിലനിൽക്കുക എന്നുള്ളത്. ഇനി ഇസ്രായേൽ ഇവരെയെല്ലാം ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കാരണം അവരുടെ ആത്യന്തിക ലക്ഷ്യം, കാരണം ഇസ്രായേലിനെ അവിടുന്ന് ഒഴിവാക്കി, അമേരിക്ക ഒഴിവാക്കി ഖാലിഫേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പാലസ്തീൻ ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ലഭ്യമാക്കണം, അവർക്ക് നന്മ വരണം, അവിടെ ശാശ്വതമായിട്ടുള്ള സമാധാനം പുലരണം. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടി വിചാരിക്കണം. തങ്ങളെ കരുവാക്കിക്കൊണ്ട്, തങ്ങളെ തുറപ്പുചീട്ട് ആക്കിക്കൊണ്ട് ചില സ്ഥാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ പ്രയത്നിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുന്ന തീവ്ര ഇസ്ലാമിക ശക്തികളെ അകറ്റി നിർത്തുവാൻ ആ പ്രദേശങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തയ്യാറാകണം. എന്ന് അതിന് അവർ തയ്യാറാകുന്നു, അന്ന് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ നാട്ടിൽ സമാധാനം പുലരും. ഇസ്രായേലിൻ്റെ പൂർവ്വകാല ചരിത്രമെടുത്ത് നോക്കുമ്പോൾ അങ്ങോട്ട് കയറി ചൊറിയാതെ
ഒരു തരത്തിലും ഇസ്രായേൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു ആക്രമണമോ അല്ലെങ്കിൽ സൈനിക നടപടിയോ നടത്തിയിട്ടില്ല. 2023 ഒക്ടോബർ മാസം 7-ാം തീയതിക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ അതിന് ഒരു ഉദാഹരണം മാത്രമാണ്. അതിനാൽ തന്നെ മധ്യപൂർവേഷ്യയിൽ തീർച്ചയായിട്ടും സമാധാനം പുലരണം. അതിന് ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകളെ പൊളിച്ചെടുക്കുക, അതിനെ തകർത്ത് തരിപ്പണമാക്കുക, ഇസ്ലാമിക തീവ്രവാദത്തെ ആ പ്രദേശത്ത് നിന്നും ഉന്മൂലനം ചെയ്യുക. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. മേഖലയിൽ സമാധാനം പുലരട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.